ഗ്യാസ് ട്രബിളും ബ്ലോട്ടിംഗ് ഉണ്ടാക്കുന്ന സംഗതികൾ ദഹനക്കേട് ഉണ്ടാക്കും, ഈ രോഗാവസ്ഥ കൂട്ടും. അപ്പൊ തണുപ്പ് പറ്റില്ല, ഹെവി ആയിട്ടുള്ളത് പറ്റില്ല, ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്നത് പറ്റില്ല. ഇത് നിങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ അപ്പൊ തൊട്ട് നിങ്ങൾക്ക് ഒരു 30% റിലീഫ് കണ്ടു തുടങ്ങും രോഗാവസ്ഥയ്ക്ക്. നിങ്ങളിപ്പോ ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം അടി മുതൽ മുടി വരെ, പാദത്തില് ആംഗിള് മുതൽ തലവേദന വരെ ഉണ്ടാകുന്ന ഈ വേദന, നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ആധുനിക ശാസ്ത്രം ശരിവെക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ആന്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻ, ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ഇൻഫ്ലമേഷനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പല പല രോഗാവസ്ഥകളും മോഡേൺ മെഡിസിനും പറഞ്ഞിട്ടുള്ള സംഗതി തന്നെ ആയുർവേദത്തിൽ. ഇത് പുരാതന കാലം മുമ്പ് തന്നെ ശോഭം അല്ലെങ്കിൽ ശ്രോതരോധം, ഈ രണ്ട് കാരണം കൊണ്ടാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞിട്ടുള്ള രോഗം ഉണ്ടാവുന്ന, സംജാതമാകുന്നതിനുള്ള കാരണങ്ങൾ. അതിൽ ഇൻഫ്ലമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തണുപ്പ് പറ്റില്ല, ദഹിക്കാൻ പ്രയാസമുള്ളത് പറ്റില്ല, ഗ്യാസ് ഉണ്ടാക്കുന്നത് പറ്റില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഡൈജസ്റ്റീവ് പവർ കുറയും, ഈ രോഗാവസ്ഥ കൂടും. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീം, തണുത്ത വെള്ളം, തണുത്ത കാറ്റ്, മഞ്ഞ്, മഴച്ചാറിൽ ഉള്ളത്, തണുത്ത വെള്ളത്തിൽ കുളിക്കല്, അതുപോലെ ഷവർ ബാത്ത്, സ്വിമ്മിംഗ്